ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആൻഡ് ഈവനിങ് വിത്ത് മീ. ഞാനിപ്പോൾ ഓഫീസിൽ പോയിട്ട് വന്നുള്ളൂ. സോ ഇന്ന് കുറച്ച് പരിപാടീസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വഴി കാണിച്ചു തരാം. മഴയാണെങ്കിൽ ഒക്കെ കൊള്ളാം, നമുക്ക് നോക്കാം. ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ്. ഇനിയും ഞാൻ ചായ കുടിക്കാതെയാണ് വന്നത്. സോ ചായ ഉണ്ടാക്കണം. ഈ ചായ ഉണ്ടാക്കലാണ് ഞാൻ ഭയങ്കര ലുക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ് ചായ. സോ നമുക്ക് നോക്കാം. സോ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. പാലെടുക്കട്ടെ. ഞാൻ എന്താ ഈ പാലാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ ചിയ സീഡ് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാനാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ആദ്യമായിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് വാങ്ങിച്ചത്. ഇപ്പം നോക്കട്ടെ നല്ലതാണ് ചായ ഉണ്ടാക്കുന്നത്. സോസ്പാനിട്ട് വയ്ക്കാം. നമ്മളങ്ങനെ ചായ വെച്ചു. കഴിച്ചാൽ ഇപ്പോൾ ഒരു അടിപൊളി ചായപ്പൊടി കുറച്ച് നാളായിട്ട് കണ്ടുപിടിച്ചു. അത് ഓൾറെഡി ഉള്ളതാണ് മാർക്കറ്റിൽ, പക്ഷേ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയത് കുറച്ച് നാൾ മുന്നെയാണ്. പക്ഷെ യൂസ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ ഒരു അടിപൊളിയാണത്. നല്ല അടിപൊളി ചായ. നിങ്ങൾക്ക് കുറച്ച് കടുപ്പത്തിലുള്ള ചായ ഒക്കെ വേണമെങ്കിൽ ഈ പൊടി നല്ല പെർഫെക്റ്റ് ആണ്. ലൈറ്റായിട്ട് ചായ കഴിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ. ലൈറ്റാണ്. ഞാൻ ചെറിയ 10 രൂപയുടെ പാക്കറ്റാണ് വാങ്ങുന്നത്. ഈ 10 രൂപയുടെ പാക്കറ്റ് ഒരു ഗ്ലാസ് ഒരാൾക്ക് 4 ദിവസത്തേക്ക് ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 2 പേർക്ക്, ഞാനും എൻ്റെ റൂംമേറ്റിനും കൂടെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യം വരാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചായപ്പൊടി. ടാറ്റ ഗോൾഡ് ചായപ്പൊടിയുടെ ഒരു റിവ്യൂ എന്താണേ. നമ്മൾ പാല് തിളക്കുമ്പോഴത്തേക്കും ചായപ്പൊടി പൊട്ടിച്ച് വെക്കണം. കുറച്ച് പരിപാടി വെച്ചിട്ട് എടുത്ത് വെക്കണം. പിന്നെ പഞ്ചസാര പതയുള്ള ചായയൊക്കെ ഉണ്ടാക്കി സ്നാക്സ്. ഇപ്പം ഹെൽത്തി ഈറ്റിങ്ങിലോട്ട് മാറിയത് കൊണ്ട് നമ്മളിങ്ങനെ വലിയ ചിപ്സ് ആൻഡ് സാധനം കഴിക്കില്ല. ഈ ബ്രാൻഡിൻ്റെ BRB എന്ന ബ്രാൻഡിൻ്റെ റൈസ് പോപ്പ് ചിപ്സ് ആണ് നമ്മൾ കഴിക്കുന്നത്. ഇത് നോ ബേക്ഡ് ആൻഡ് നോ ഫ്രൈഡ് ആണ്. സോ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഇതിൻ്റെ ഇത്രയും ഫുൾ പാക്കറ്റിന് വരുന്ന കലോറി ഉണ്ട് 109.7 ഉള്ളൂ. സോ നമുക്കിത് ചായയുടെ വരത്തുണ്ട്. ഞാനിത് സെറ്റ് നാളെ വാങ്ങിച്ചത്. ഇങ്ങനെ ചായയും സ്നാക്സും ഒക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ചായ കുടിക്കുമ്പോൾ ഞാൻ ഫോണിലൊരു സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മച്ചാൻ്റെ മാലാക. അപ്പോൾ അതുങ്ങൾ കണ്ടിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിനി അടുത്ത എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഒന്ന് നോക്കുവാണെങ്കിൽ കാണിക്കാം. ട്രയൽ ചെയ്യാനുള്ള സാധനങ്ങൾ. അയ്യോ പോയി നമ്മൾക്ക് കുർത്തേങ്ങാട് നോക്കിയിട്ട് എടുക്കാം. അവിടുത്തെ ട്രയൽ റൂമിലിടാം. എടി എന്റെ വ്ളോഗിൽ സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ. പണ്ട് വെബ്സൈറ്റൊക്കെ പോയിക്കൊണ്ടിരുന്ന ഞാനാ. ജീവിതം ഇപ്പം ഇങ്ങനെയായി. നമ്മളെന്താണ് ഇവരെ ഫോളോ ചെയ്ത് പോണേ? നോക്കട്ടെ. എടുത്തോ. ഇതെങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ബേസിക് ആണോ? വെരി ബേസിക്. ഒന്നും ഇല്ലെങ്കിൽ എടുക്കാമല്ലോ, അല്ലാതെ മസ്റ്റ് ബൈ ആയിട്ട് തോന്നുന്നില്ല. ഇതെങ്ങനെയുണ്ട്? ഓണത്തിന് ഓണം വൈബ് അത്. ഇതെങ്ങനെയുണ്ട്? ഇതേ സൈസില്ലല്ലോ പറഞ്ഞു സാറേ. എല്ലല്ലേ അത്? ഇതിന്റെ ഇവിടെ കണ്ടോടി കൊള്ളത്തില്ല.
രസമുണ്ട്. ഫിറ്റിങ് ശരിയല്ല, വേറെ ഇടും. നീ ഇതെടുക്കുന്നേ ന്യൂട്രൽ കളർ ആയതുകൊണ്ട് ചേരും. അല്ല, നീ ഇപ്പൊ ഇട്ടുന്ന ജീൻസിനൊക്കെ ഇതുപോലത്തെ അല്ല ചേരുക. ആ, പക്ഷെ അതങ്ങനെ ബൂട്ട് കട്ടിനൊക്കെ ചേരുന്ന എനിക്ക് തോന്നുന്നില്ല. സ്ട്രെയിറ്റ് ഫിറ്റിനൊക്കെ നല്ലതായിരുന്നു. അതൊരു ബേസിക് തന്നെയല്ല, ഒരു ഭംഗിയില്ല അതിന്റെ മെറ്റീരിയൽസ്. ഇതിന്റെ കളറും ഇത് ലുക്കുണ്ട്. കവർ വാങ്ങണ്ടേ? പിന്നെ വേണം. നമ്മളങ്ങനെ 4 സാധനം എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാണ്. ക്ലോസിംഗ് ടൈം അതിന്റെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു കാണിക്കും. ഓക്കെ, പൈസ സേവിങ് ആയതുകൊണ്ട് ക്യാരി ബാഗ് ഞങ്ങൾ വാങ്ങിച്ചില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ എപ്പോഴും എൻഡ് ചെയ്യാൻ മറന്നു വീഡിയോ. ഞാൻ കടന്നായിരുന്നു, അപ്പോഴും ഓർത്ത് വീഡിയോ എൻഡ് ചെയ്തില്ലല്ലോ എന്ന്. ഞാൻ ബൂട്ട് കട്ട് ജീൻസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്, പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. 5 വാങ്ങി. എനിക്ക് ബൂട്ട് കട്ട് ജീൻസ് അവരുടെ ഫിറ്റിംഗ് ഒക്കെ മീൻസ് എനിക്ക് എൻ്റെ സൈസിലുള്ളത് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ബൂട്ട് കട്ട് ഫിറ്റിംഗ് ആയിരുന്നില്ല അവരുടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ എന്താണെന്നറിയില്ല, എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ആ ടോപ്പ് എടുക്കാത്തതെന്ന് എനിക്കറിയില്ല. ആ ടോപ്പ് എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് ഇപ്പോൾ ഞാൻ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി, എന്തോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. എനിക്ക് ബൂട്ട് കട്ട് ജീൻസ് കിട്ടാണ്ടായപ്പോൾ പിന്നെ ഓർത്ത് ഈ ടോപ്പിന് എന്തിന് എടുക്കണേന്നുള്ളതായി. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് ലെഗിൻ്റെ കളറും ആ ടോപ്പിൻ്റെ കളറും തമ്മിൽ അങ്ങ് മാച്ച് ആവുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് സ്കിന്നി ജീൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഫിറ്റും ആ ടീഷർട്ടിൻ്റെ ഫിറ്റും മാച്ച് അല്ലായിരുന്നു. അതിൽ പെർഫെക്റ്റ് മാച്ച് ആ ബൂട്ട് കട്ട് തന്നെയായിരുന്നു. പിന്നെ ബൂട്ട് കട്ട് എടുക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. വേണമെങ്കിൽ എടുത്തിട്ട് ബൂട്ട് കട്ട് വാങ്ങുമ്പോൾ ഉപയോഗിക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ബൂട്ട് കട്ട് ഓൺലൈനിൽ നോക്കി, ഒരു നല്ലൊരു ബൂട്ട് കട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു. വരുമ്പോൾ അറിയാതെ എങ്ങനെയായിരിക്കും എന്ന്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. ഞാൻ ഇതുപോലെ കുറേ വീഡിയോസ് ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്, ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ മറ്റ് വീഡിയോസ് എല്ലാം കുറേ അൺഫിനിഷ്ഡ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒന്നുമില്ല, 12 രാത്രി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിങ്ങനത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.